ഹായ് വെൽക്കം എവ്രി വൺ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഇപ്പൊ ഒരു കൊറോണയൊക്കെ വന്നിട്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണ് അല്ലെ. നമുക്ക് ഒരു വർഷത്തോളമായി നമുക്കിപ്പം ഓഫ്ലൈൻ ക്ലാസ്സസിൽ നിന്നെല്ലാം ഒഴിവായി എല്ലാവരും ഇപ്പം ഓൺലൈൻ ക്ലാസ്സസിൽ നിൽക്കുകയാണ് അറിയില്ലേ. പക്ഷേ നമുക്കറിയാം നമുക്ക് നടക്കേണ്ട എക്സാംസുകളെല്ലാം മാറ്റിവെച്ചെന്ന് പറഞ്ഞാൽ പോലും ഒരു സമയത്ത് എക്സാം നടത്തുന്നുണ്ട്. കഴിഞ്ഞ 10th ക്ലാസ് എക്സാം കഴിഞ്ഞു, അതുപോലെ 12th ക്ലാസ് എക്സാം സ്റ്റേറ്റിന്റെ എല്ലാം കഴിഞ്ഞു. സോ അതേപോലെ തന്നെ ഇനിയുള്ള എക്സാംസുകളാണെങ്കിൽ പോലും ഈവൻ ജെഇ മെയിൻസ് എക്സാം, കീം എക്സാം, അതേപോലത്തെ +1 എക്സാംസ്, ഇനി വരാനുള്ള എക്സാംസ് എല്ലാം ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, നടത്തേണ്ട ഒരാവശ്യമുണ്ട് അല്ലെ. എന്നാലേ ഉള്ളൂ നമുക്കൊരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. സോ എവ്രി വൺ കീപ് സ്റ്റഡിങ്. അതായത് നമ്മൾ ഈ ലോക്ക്ഡൌൺ ആണെങ്കിൽ പോലും മാക്സിമം യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇതിൽ കൂടുതൽ ഒരു അവസരം നമുക്ക് വേറെ കിട്ടാനില്ല. സോ എവ്രി വൺ യൂട്ടിലൈസ് ദ ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു 3D ജോമെട്രിയിലെ ലാസ്റ്റ് എക്സസൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് അല്ല, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈച്ച് ആൻഡ് എവ്രി വൺ ക്യാൻ ഡു ദാറ്റ് പ്രോബ്ലംസ്. ഓക്കെ, അതിനു മുമ്പ് ഞാനൊരു അനൗൺസ്മെന്റ് പറയാൻ പോവുകയാണ്. അതായത് നമുക്കറിയാം ഇനി വരാൻ പോകുന്ന എക്സാംസുകളെല്ലാം ഏതൊക്കെ എക്സാംസ് ആണ് വരാൻ പോകുന്നത്. അതായത് ഇനി ജെഇ മെയിൻസ് എക്സാം വരാൻ പോകുന്നുണ്ട്, അതേപോലെ തന്നെ നീറ്റ് എക്സാംസ് വരാൻ പോകുന്നുണ്ട്, പിന്നീട് എന്താണ് കേരള എൻട്രൻസ് എക്സാം വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എല്ലാം നമുക്കറിയാം നമ്മൾ സ്കോർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു നെക്സ്റ്റ്, അതായത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കോഴ്സസിലും നമുക്കൊരു അഡ്മിഷൻ കിട്ടാനായിട്ട് പറ്റത്തുള്ളൂ. സോ എൻട്രൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലവർ ഓർക്കാറുണ്ട് സ്കൂളിൽ മാത്രം പഠിച്ചാൽ എൻട്രൻസ് കിട്ടും. പക്ഷെ ഒരിക്കലും അല്ല, നമുക്ക് സ്കൂളിലെയും പഠിക്കണം. എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ആ പ്രോബ്ലംസും കൂടെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എൻട്രൻസിന് നല്ല സ്കോർ മേടിക്കാൻ പറ്റും. നല്ല സ്കോർ മേടിച്ചാൽ നല്ല റാങ്ക് കിട്ടും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് കോളേജസിൽ അഡ്മിഷൻ നേടിയെടുക്കാനായിട്ട് പറ്റും. ഗവൺമെന്റ് കോളേജസിൽ അഡ്മിഷൻ നേടിയെടുത്താനുള്ള അഡ്വാൻറ്റേജ് എന്താണ്, നമുക്ക് അവിടെ നിന്ന് തന്നെ 4th ഇയർ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, പ്ലേസ്മെന്റ്സ്, അതായത് നമ്മൾ 4 ഇയേഴ്സോ അല്ലെങ്കിൽ 5 ഇയേഴ്സ് പഠിച്ചതിന് ശേഷം വീണ്ടും ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ്മെന്റ്സ് ഒക്കെ നേടിയെടുക്കാനായിട്ട് പറ്റും. സോ എൻട്രൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ യു ഹാവ് ടു സ്റ്റഡി വെൽ. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ ഞാൻ പറയാൻ വന്ന ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ്, അതായത് എല്ലാ ട്യൂസ്ഡേയ്സും എല്ലാ സാറ്റർഡേയ്സും ഇനി മുതൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് ജെഇ മെയിൻസിനും കേരള എൻട്രൻസിനും നീറ്റ് എക്സാംസിനും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ചാനലിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. സോ എല്ലാവരും യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി. സോ ആരെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എന്ത് ചെയ്യുക, ഇനേബിൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വീഡിയോസും, അതായത് ഇനി വരാനുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്പോട്ടിൽ തന്നെ കിട്ടുന്നതായിരിക്കും. സോ യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി. പിന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു 3D ജോമെട്രി. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്റ്റൻസ് ഫോർമുല എല്ലാം പഠിച്ചു. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഈവൻ മെനി ഓഫ് ദ സ്റ്റുഡൻസ് ആസ്ക് മീ ഡൗട്ട്സ് ഓൾസോ. സോ if anyone has doubts you can ask me. My contact number is there, so you can ask me. Okay, now let's go. Today we are going to discuss section formula, right? Everyone listen here. So today we are going to discuss section formula. ആർക്കെങ്കിലും അറിയാവോ സെക്ഷൻ ഫോർമുല എന്തെന്ന് പറഞ്ഞാൽ? സെക്ഷൻ ഫോർമുല അതായത് നമ്മൾ ഈ സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലും പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്, പുതുതായിട്ടുള്ളതൊന്നും അല്ല. പക്ഷെ ഹിയർ വി ആർ ഡിസ്കസിങ് അബൌട്ട് 3D, 3 dimensional. So let's discuss what you mean by a section formula. I'm considering 2 points. Let's say A and B. A and B എന്ന് പറയുന്ന 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യുക. എയുടെ കോർഡിനേറ്റ്സ് x1, y1, z1 and similarly B means x2, y2 and z2. So I am considering 2 points A and B and the coordinates are given. I'm taking another point, let's say P. The coordinates are x, y, z, right? I'm just taking just x, y, z. x, y, z എന്ന് പറഞ്ഞ 2 കോർഡിനേറ്റ്സ് കൺസിഡർ ചെയ്തു. ഇനി ഈ P യുടെ പ്രത്യേകത, P divides AB. P divides AB. P എന്ന് പറയുന്ന ആ കോർഡിനേറ്റ്സ് പോയിന്റ് എ ബിനെ ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് m:n ആണ്. ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്താണ്? m:n. P divides AB in the ratio m:n.
ഇനി നോക്കിയേ, നമുക്ക് കാണുമ്പോഴേ മനസ്സിലാകാം ഈ പി എന്ന് പറയുന്ന പോയിന്റ് അകത്താണ്, അതായത് എയ്ക്കും ബിക്കും ഇടയ്ക്കാണ്. സോ വി ക്യാൻ സേ ദാറ്റ് പി ഡിവൈഡ്സ് എ ബി ഇൻ ദ റേഷ്യോ m:n internally. We will say it is internally, right? So when you see this, you can understand that the AP distance divided by BP distance, that is m by n, right? AP is m and BP is n. So we can say that AP divided by BP is m by n. അങ്ങനെയാണെങ്കിൽ പിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പിയുടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കിയോ. ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ എക്സ് കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഹൗ വി വിൽ ഫൈൻഡ് യൂസിങ് ദ m and n and these a and b coordinates, എയും ബിയും കോർഡിനേറ്റും ഈ എമ്മും എന്നും തമ്മിലുള്ള റേഷ്യോയും വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം. സോ വി വിൽ ഡു ലൈക്ക് ദിസ്, mx2 plus nx1 divided by m plus n, mx2 plus nx1 divided by m plus n. സി ഇങ്ങോട്ട് നോക്കി, m എന്ന് പറയുന്നത് ഇവിടുത്തെ റേഷ്യോ, അതിനെ നമ്മൾ x1 കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ക്രോസ് ചെയ്യുക, mx2 plus തിരിച്ച് nx1 divided by ratios add ചെയ്യുന്നു, mx2 plus nx1 divided by m plus n. Similarly, if you want to find it for y coordinate, how we will find? Y coordinate ആണെങ്കിൽ എന്ത് വരും, my2 plus ny1 divided by m plus n. കണ്ടോ, ഒരൊറ്റ വ്യത്യാസമുള്ളൂ, ആ എക്സിന്റെ സ്ഥാനത്ത് അവിടെ എന്തായി, y ആയതേ ഉള്ളൂ. കണ്ടോ, y coordinate ആണെങ്കിൽ എന്താണ്, my2 plus ny1 divided by m plus n. Similarly, if you want to find it for z coordinate, we can find using mz2 plus nz1 divided by m plus n. ഇതാണ് z കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പൊ ഓർത്തോണം, ഇവിടെ എന്താണ്, ഇന്റേണലി ആണ്, ഇവിടെ എന്താണ്, ഇന്റേണലി. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ സെയിം സാധനം തന്നെ ഒന്ന് എക്സ്റ്റേണലി ഒന്ന് കൺസിഡർ ചെയ്യാം. എന്താണ് ഈ എക്സ്റ്റേണലി എന്ന് പറഞ്ഞാൽ, സെക്ഷൻ ഫോർമുലയിൽ തന്നെ എന്താണ് എക്സ്റ്റേണലി എന്ന് നോക്കാം. ഓക്കെ, എക്സ്റ്റേണലി എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യുന്നു. ലെറ്റ്സ് സേ എ ആൻഡ് ബി. I'm considering a point outside this line. ഈ എ ബി എന്ന് പറയുന്ന ലൈൻ അല്ലെങ്കിൽ ഈ എ ബിയുടെ പുറത്തായിട്ട് ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ് പി. മനസ്സിലായല്ലോ. ആൻഡ് സിമിലർലി നേരത്തെ എടുത്ത പോലെ തന്നെ എ പി ഡിസ്റ്റൻസ് എത്രയാണ്, എം ആക്കി എടുത്തു. ബി പി ഡിസ്റ്റൻസ് എന്താണ്, എൻ ആക്കി എടുത്തു. ബി പി ഡിസ്റ്റൻസ് എന്താണ്, എൻ ആക്കി. നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ എയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x1 y1 z1 ആൻഡ് ബിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, x2 y2 ആൻഡ് z2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിയുടെ കോർഡിനേറ്റ്. പിയുടെ കോർഡിനേറ്റ് നമ്മൾ എന്താക്കിയാണ് എടുത്തത്, എക്സ് വൈ ഇസഡ് ആണ്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, പി എന്ന് പറയുന്ന പോയിന്റ് വെളിയിലാണ്. അപ്പൊ നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കും, ഇന്റേണലി എന്നാണ് പറയുന്നത്, അല്ല എക്സ്റ്റേണലി. നമ്മൾ എന്ത് പറയും, എക്സ്റ്റേണലി എന്ന് പറയും. മനസ്സിലായല്ലോ. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ട് ഈ പോയിന്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയേ, എക്സ്റ്റേണലി ആണെങ്കിൽ നമ്മുടെ ആ ഇക്വേഷനിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത് നോക്കാം. നമുക്ക് നേരത്തെ mx2 plus nx1 എന്നായിരുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. എക്സ് കോർഡിനേറ്റ് കാണാനായിട്ട്, കണ്ടോ പിയുടെ കോർഡിനേറ്റ് എക്സ് അല്ലേ, അപ്പൊ എക്സ് കോർഡിനേറ്റ് കാണാനായിട്ട് നമ്മൾ എന്തെടുക്കും, mx2 നേരത്തെ പ്ലസ് ആയിരുന്നു, പക്ഷെ എക്സ്റ്റേണലി വരുമ്പോൾ എന്താവും, മൈനസ്. mx2 minus nx1 divided by m plus n അല്ല, എന്താവും, m minus n. Similarly, for the y coordinate, we can use the formula my2 minus ny1 divided by m minus n. Similarly, for the z coordinate, we can use mz2 minus nz1 divided by m minus n. മനസ്സിലായല്ലോ. ഇതാണ് എക്സ് വൈ ഇസഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ്, ഇന്റേണലിയും എക്സ്റ്റേണലിയും. കൂടുതലായിട്ടും ചോദിക്കുന്നത് എക്സ്റ്റേണലി അല്ല, കൂടുതലായിട്ട് ചോദിക്കുന്നത് ഏതാണ്, ഇന്റേണലി ആണ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതായത് നേരത്തെ സ്കൂളിൽ +2 എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതാം. നിങ്ങളും ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. അതിനുശേഷം വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് ട്രൈ ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, പ്ലേ ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെയാ കിട്ടിയെന്നൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് സെക്ഷൻ ഫോർമുല, prove that the points -4, 6, 10, 2, 4, 6 and 14, 0, -2 are collinear.
നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ 3 പോയിന്റ്സ് സെക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കൊലീനിയർ ആണെന്ന് കണ്ടുപിടിക്കും. നമുക്ക് കുറെ രീതിയുണ്ട് കൊലീനിയർ ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾ സ്ട്രേറ്റ് ലൈനിൽ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു, സ്ലോപ്പ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു. അതുപോലെ നിങ്ങൾ പ്ലസ് ടുവിൽ എത്തി കഴിയുമ്പോഴേക്കും അവിടെയും നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കാറുണ്ട്. പ്ലസ് ടുവിൽ എത്തി കഴിയുമ്പോൾ മെട്രിക്സ്, ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലും കൊലീനിയാരിറ്റി കാണാൻ അതിന്റെ ഏരിയ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ സെക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ 3 പോയിന്റ്സും കൊലീനിയർ ആണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം കൊലീനിയർ ആണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കൊലീനിയർ ആണെങ്കിൽ ഈ 3 പോയിന്റ്സും ഒരേ ലൈനിലായിരിക്കും. 3 പോയിന്റ്സ് എന്തായിരിക്കും? ഒരേ ലൈനിലായിരിക്കും. ലെറ്റ്സ് സേ ഐ എം ടേക്കിംഗ് ദ ഫസ്റ്റ് പോയിന്റ് ആസ് എ. ആദ്യത്തെ പോയിന്റിനെ എ ആക്കി കൺസിഡർ ചെയ്യുന്നത്. അത് എത്രയാണ്? -4, 6, 10. -4, 6, 10. ഇനി രണ്ടാമത്തെ പോയിന്റ് അത് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ബി എന്ന് പറയുന്ന പോയിന്റ് 2, 4, 6. 2, 4, 6. ആൻഡ് തേർഡ് പോയിന്റ് we can take it as 14, 0, -2. 14, 0, -2. I'm taking it as C. ഇനി നോക്കിയേ, നമുക്കറിയാം ഇത് മൂന്നും ഒരേ പോയിന്റ് ആണെങ്കിൽ നമുക്കറിയാം ഒരു റേഷ്യോയില് ഈ ബി എന്ന് പറയുന്ന പോയിന്റിനെ എ സി ഡിവൈഡ് ചെയ്യത്തില്ലേ? നമ്മൾ നേരത്തെയും പറഞ്ഞു ബി ഡിവൈഡ്സ് എ സി ഇൻ ദ റേഷ്യോ സം m:n. പക്ഷെ ഇവിടെ നമുക്ക് റേഷ്യോ തന്നിട്ടില്ല. ഇനി വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇഫ് ദേ ഡിഡ്ന്റ് ഗിവൺ റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താക്കി എടുത്തോണം? k:1. k എന്ന് പറയുന്ന ഒരു വേരിയബിൾ. സോ വി ഹാവ് ടു ടേക്ക് ദ റേഷ്യോ ആസ് k:1. സോ ലെറ്റ്സ് ടേക്ക് റേഷ്യോ ആസ് k:1. ഈ റേഷ്യോയുടെ പ്രത്യേകത എന്നാ? റേഷ്യോ എന്ന് പറഞ്ഞാൽ k:1 റേഷ്യോയിലായിരിക്കും ബി ഡിവൈഡ്സ് എ സി. മനസ്സിലായല്ലോ? ഇന്റേണലി ബി എന്ന് പറയുന്നത് ഇന്റേണലിയാണ്, കാരണം അകത്താണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സെക്ഷൻ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാം. ആദ്യമേ നമുക്ക് എക്സ് കോർഡിനേറ്റിന്റെ സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പൊ എക്സ് കോർഡിനേറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഫോർ എക്സ് നമുക്കറിയാം ഇവിടുത്തെ എക്സ് എത്രയാ വാല്യൂ? 2 ആണല്ലോ. അപ്പൊ ബി എന്ന് പറയുന്നത് എക്സ് വൈ സെഡിലെ എക്സ് എന്ന് പറയുന്നത് 2 ആ. അപ്പൊ 2 = നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? k × 14. സോ when you apply like this, k × 14 plus again 1 × -4, 1 × -4 divided by ratios we have to add. So k + 1, right? Let's try to solve this. Now I have to cross multiply here. 2 × k + 1. So 2 × k, 2k. 2 × 1, 2 here, which is equal to 14 × k. 14k. 1 × -4, -4, right? So 2 here, -4 will come this side. 2 + 4, which is equal to 14k, and plus 2k will go that side, so it will become -2k. 2 + 4 is 6, and 14k - 2k, which is equal to 12k. From here we can say that k is equal to 6/12. 6/12. അതിനെ നമുക്ക് വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? 1/2 എന്ന് കിട്ടും. അപ്പൊ എക്സ് കോർഡിനേറ്റ് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? കെയുടെ വാല്യൂ 1/2 എന്ന് കിട്ടി. ഇനി സിമിലർലി വി വിൽ ട്രൈ ടു സോൾവ് ഫോർ വൈ കോർഡിനേറ്റ്. ഇനി വൈ കോർഡിനേറ്റ് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. വൈ കോർഡിനേറ്റ് എത്രയാണ്? 4 ആണ്. അപ്പൊ 4 = നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 4 = എന്ത് വരും? k × 0 അല്ലെ? അവിടെ 0 ആണ്. y2 എന്ന് പറയുന്നത് 0 ആണ്. പ്ലസ് 1 × ഇവിടുത്തെ y കോർഡിനേറ്റ് 6 divided by ratios we have to add k + 1. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 4 × k, 4k, 4 × 1, 4, which is equal to k × 0, 0 ആയ. അപ്പൊ 0 + 1 × 6, 6. 4k = എന്ത് വരും? 6 + 4 will go that side, so it will become -4. 6 - 4 എന്ന് പറയുന്നത് 2 ആണ്. ഇതിനകത്ത് നിന്ന് k എന്ന് പറഞ്ഞാൽ എന്താണ്? 2/4 എന്ന് കിട്ടും. 2/4 എന്ന് പറഞ്ഞാൽ again simplify, we will get 1/2. അപ്പൊ y കോർഡിനേറ്റ് വെച്ച് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 1/2 എന്ന് കിട്ടി. ഇനി നമുക്കൊന്ന് z കോർഡിനേറ്റും വെച്ച് ചെയ്യാം. അപ്പൊ z കോർഡിനേറ്റ് വെച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? നോക്കിയേ, സെയിം. z കോർഡിനേറ്റ് എന്ന് പറയുന്നത് 6. അപ്പൊ എന്ത് വരും? k × -2 + 1 × ഇവിടുത്തെ z കോർഡിനേറ്റ് 10 divided by k + 1. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 6 × k, 6k, 6 × 1, 6, which is equal to -2 × k, -2k, 1 × 10, 10, right? So when you solve this, 6k - 2k will come this side, so plus 2k, which is equal to 10, and this 6 will go that side, so it will become -4. 6k plus 2k, 8k, which is equal to 4. From this k is equal to how much? 4/8 എന്ന് കിട്ടും. 4/8 സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. അപ്പൊ നോക്കിയേ,
എക്സ് വെച്ചും നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു, വൈയുടെ വെച്ചും കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു, ഇസഡ് വെച്ചും കണ്ടുപിടിച്ചു. ഇവിടെ എല്ലാം കോമൺ ആയിട്ട് എന്താണ്? കെയുടെ വാല്യൂ 1/2 എന്ന് കിട്ടി. കെ ഈസ് ഈക്വൽ ടു 1/2. ഇറ്റ് ഈസ് യൂണിക് എവറിവെയർ ഇൻ എക്സ് ആൻഡ് വൈ ആൻഡ് ഇസഡ്. അല്ലെ, കെയുടെ വാല്യൂ 1/2 ആണ് എക്സിലും വൈയിലും ഇസഡിലും നമുക്ക് മനസ്സിലായി. അതായത് കെ ഈസ് യൂണിക്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? കെയുടെ വാല്യൂ, അതായത് റേഷ്യോ സെയിം ആകുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ദി ആർ കൊലീനിയർ. വിച്ച് ആർ കൊലീനിയർ? ABC ആർ കൊലീനിയർ. സോ വി ക്യാൻ സേ ദാറ്റ് ABC ആർ കൊലീനിയർ. ABC എന്താന്ന് മനസ്സിലായി? കൊലീനിയർ ആണെന്ന് മനസ്സിലായി. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ you can use that. Okay, so ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് കൊലീനിയർ കണ്ടുപിടിക്കുന്നത്. കൊലീനിയർ ആണെങ്കിൽ നമ്മൾ സെക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? റേഷ്യോ എടുക്കുക. റേഷ്യോ നമുക്ക് അറിയത്തില്ല, സോ വി ഹാവ് ടു കീപ് ഇറ്റ് ആസ് K:1. അല്ലെ, നമ്മൾ എന്ത് ചെയ്യുക? അത് K:1 എന്നാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Okay, രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് 2 points. We are considering 2 points. Okay, so 2 points. Let's say A 2 1 3 2 1 3 and another point B 1 2 1 1 2 1. Find, question ആണ്, find the ratio in which AB is divided by, അതായത് AB എന്ന് പറയുന്ന പോയിന്റ് divided by YZ plane. അതായത് YZ plane ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ലെറ്റ്സ് ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഡിവിഷൻസ് ഓൾസോ. ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഡിവിഷൻ. അതായത് ആ പോയിന്റും കൂടി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. പോയിന്റ് ഓഫ് ഡിവിഷൻ നോക്കാം. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 2 പോയിന്റ്സ് ഉണ്ട്, A ആൻഡ് B എന്ന് പറയുന്ന പോയിന്റ്സ് ആണ്. അതിനെ എന്ത് ചെയ്യുക? YZ പ്ലെയിൻ ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ കണ്ടുപിടിക്കുക. അതുപോലെ ഡിവൈഡ് ചെയ്യുന്ന ആ പോയിന്റ്സും കണ്ടുപിടിക്കുക. അപ്പൊ നമ്മളോട് ഇന്റേണലി ആണെന്നോ എക്സ്റ്റേണലി ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെ. അപ്പൊ നമുക്കൊന്നും അസ്യൂം ചെയ്യാനും പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യമേ എന്ത് ചെയ്യും? ഇന്റേണലി ആണെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കും. അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം എങ്ങനെയാണ് ഇന്റേണലി ആണോ എക്സ്റ്റേണലി ആണോ എന്ന് മനസ്സിലാവുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ടേക്കിംഗ് ദ A point, it is 2 1 3 and the B point 1 2 1. ഓക്കെ, നമുക്ക് അറിയത്തില്ല. സോ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. സോ ലെറ്റ്സ് ടേക്ക് ദ റേഷ്യോ ആസ് ദ റേഷ്യോനെ നമ്മൾ എന്താക്കി എടുക്കുന്നു? റേഷ്യോ ആസ് എപ്പോഴും പറയാറുള്ള പോലെ റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ എന്താക്കി എടുക്കുക? K:1 ആക്കി എടുക്കുക. നമുക്ക് വേറെ ഓരോ ഓപ്ഷനും ഇല്ല. സോ വി ഹാവ് ടു ടേക്ക് ദ റേഷ്യോ ആസ് K:1. ഇനി പറഞ്ഞിട്ടുള്ള വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ YZ പ്ലെയിൻ. നമുക്കറിയാം YZ പ്ലെയിൻ ആണെങ്കിൽ അവിടെ എന്താണ് 0? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, ഈ ഇൻട്രൊഡക്ഷൻ ടു 3D ജോമെട്രിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, YZ പ്ലെയിൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും 0? X coordinate is 0. So we can equate it with the X coordinate. നമുക്ക് X coordinate ഇതിനെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? X coordinate 0 എന്ന് മനസ്സിലായല്ലോ. അപ്പൊ 0 is equal to നമ്മുടെ റേഷ്യോ K ആ. K into X2. How much X2? 1 plus അടുത്ത ഏതാ? n ന്റെ സ്ഥാനത്ത് 1 into ഇവിടുത്തെ ഏതാ? 2. So K into 1 into 2 divided by ratios we have to add K plus 1. അല്ലെ, ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. K plus 1 into 0. Anything into 0. So K into 1 K, then 1 plus 2 2. So K plus 2 equal to 0. From this what we will get? K is equal to plus 2 will go that side. So it will become K is equal to -2. മനസ്സിലായല്ലോ? Kയുടെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലായി? -2 ആണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. Kയുടെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലായി? -2. So understand here, minus is there. If we have K is equal to some negative number, K നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എക്സ്റ്റേണലി ആയിരിക്കും. ഇത് എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? എക്സ്റ്റേണലി. മനസ്സിലായല്ലോ? സോ when you get the value K as some negative number, we have to understand that it is dividing in the ratio some K:1
എക്സ്റ്റേണലി. മനസ്സിലായല്ലോ? എക്സ്റ്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്. ആ സമയത്ത് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇത് എന്തായിരുന്നു? ഇന്റേണലി ആയിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. സോ എക്സ്റ്റേണലി ആണെന്ന് മനസ്സിലായി. അപ്പൊ റേഷ്യോ ചോദിച്ചാൽ ഏതാ? k:1 എന്നാണ്. നമ്മൾ എന്ത് കൊടുക്കും? കെയുടെ സ്ഥാനത്ത് എത്രയാ? -2:1. ബട്ട് നമ്മൾ മൈനസ് റേഷ്യോയിൽ പറയാറില്ല. വി വിൽ സിംപ്ലി കീപ് ഇറ്റ് ആസ് 2:1. മനസ്സിലായല്ലോ? ഇനി പോയിന്റ് ഓഫ് ഡിവിഷനും കൂടെ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം YZ പ്ലെയിൻ ആയതുകൊണ്ടാണ് നമ്മൾ എക്സ് എടുത്തത്. ആ സമയത്ത് XY പ്ലെയിൻ ആയിരുന്നെങ്കിൽ നമ്മൾ എന്തെടുത്തേനെ? Z എടുത്തേനെ. അതുപോലെ തന്നെ XZ പ്ലെയിൻ ആയിരുന്നെങ്കിൽ എന്തെടുത്തേനെ? Y = 0 എന്ന് എടുത്തേനെ. ഇനി നമുക്ക് ഇതിന്റെ Y കോർഡിനേറ്റും Z കോർഡിനേറ്റും കൂടെ കണ്ടുപിടിക്കാം. Y കോർഡിനേറ്റ് എന്തായിരിക്കും? നോക്കിയേ, റേഷ്യോ നമുക്കറിയാമല്ലോ, ഇപ്പൊ 2:1 അല്ലേ? നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു അല്ലെ m ഇൻറ്റു x2 എന്നായിരുന്നു. അപ്പം എമ്മിന്റെ സ്ഥാനത്ത് ഇപ്പം 2 ഇൻറ്റു x2. x2 എത്രയാ? 2 പ്ലസ് ഹിയർ അഗെയിൻ റേഷ്യോ 1 ഇൻറ്റു എയുടെ കോർഡിനേറ്റ് y2 ഏതാ? 1 ഇൻറ്റു 1 അല്ലെ? 1 ഇൻറ്റു ഓക്കെ വെയിറ്റ് ഓക്കെ നോക്കി 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ k+1. k+1ന്റെ സ്ഥാനത്ത് എത്രയാ? 2+1 അല്ലെ? പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എന്തെടുക്കാവുള്ളൂ? പ്ലസ് എടുക്കരുത്. എന്തെടുക്കാവുള്ളൂ? മൈനസ് ഉള്ളു എടുക്കാവുള്ളൂ. അതെന്താന്ന് മനസ്സിലായല്ലോ? എന്താ റീസൺ? ഇറ്റ് ഈസ് ഡിവൈഡിങ് ഇൻ ദ externally, so we have to take the value as minus. So 2 into 2 4 4 minus 1 divided by 1 അല്ലേ? അപ്പോൾ 4 minus 1 എത്രയാണ്? 3. മനസ്സിലായല്ലോ? അപ്പോൾ y കോർഡിനേറ്റ് എത്ര കിട്ടി? 3. സിമിലർലി we have to do it for z axis. so z കോർഡിനേറ്റ് എത്ര വരുമെന്ന് നോക്കിയേ. z എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ റേഷ്യോ 2 into z കോർഡിനേറ്റ് ഓഫ് b, how much? 1 minus similarly here 1 into 3 divided by how much? 2 minus 1. 2 into 1 2. 2 minus 3 divided by 1. 2 minus 3 how much? -1. അപ്പോൾ x കോർഡിനേറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. x കോർഡിനേറ്റ് എത്രയാ? 0. y കോർഡിനേറ്റ് എത്രയാന്ന് ഇപ്പൊ കിട്ടി? 3 ആന്ന് കിട്ടി. ലാസ്റ്റ് z കോർഡിനേറ്റ് എത്രയാണ്? -1. അപ്പൊ ഇതാണ് പോയിന്റ് ഓഫ് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ അണ്ടർസ്റ്റാൻഡ് എവ്രി വൺ. എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി നമുക്ക് ആദ്യം മനസ്സിലാക്കണം. എല്ലാവർക്കും സെൻട്രോയിഡ് എന്താണെന്നറിയോ? സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട് അല്ലെ? എന്താണ് സെൻട്രോയിഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സെൻട്രോയിഡ് പറയാനായിട്ട് നമുക്കറിയാം സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഏത് ട്രയാങ്കിൾ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു? ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. നമുക്കറിയാം ജസ്റ്റ് ഒരു കോർഡിനേറ്റ്സ് കൊടുക്കാം. ABC. എയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x1 y1 z1 ആൻഡ് ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x2 y2 z2 ആൻഡ് സിമിലർലി സിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? x3 y3 z3. ഇനി നോക്കിയാൽ ഞാൻ ഇതിന്റെ എല്ലാം മീഡിയൻസ് വരയ്ക്കാൻ പോകും. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ ഈ ബി എന്ന് പറഞ്ഞ വെർട്ടെക്സ് ആണെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യുന്നു? എ സിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. എ സിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ വരയ്ക്കുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്നതാ? എ സി ഡിവൈഡ് ചെയ്യുക. അതെ, എ സിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ സിയിലേക്ക് വരയ്ക്കുന്ന എങ്ങോട്ടാ? അതിന്റെ മിഡ് പോയിന്റിലേക്കാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതുപോലെ ഞാൻ അടുത്ത പോയിന്റ് വരയ്ക്കുകയാണ്. നോക്കി, ഇവിടെയും വരച്ചു. എയിൽ നിന്നും അടുത്ത പോയിന്റ്, അടുത്ത മീഡിയൻ വരച്ചു. എങ്ങോട്ടാണ്? ബി സിയിലേക്ക്. അതുപോലെ തന്നെ സിയിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഞാൻ അടുത്തത് വരയ്ക്കാൻ പോവാണ്. അത് ഇതിലേക്കൂടെ ഇങ്ങനെ പാസ് ചെയ്തു. ലൈനാണ്, അത് ഇതിലേക്കൂടെയാണ് എ ബിനെ ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട സാധനം നോക്കിയേ, ഞാനിപ്പം ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തല്ലോ. നോക്കിയേ, ഈ മൂന്നും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിനെ ഞാൻ ജി എന്ന് വിളിച്ചു. ഈ പോയിന്റിനെ എന്ത് വിളിച്ചു? ജി എന്ന് വിളിച്ചു. അപ്പൊ ഈ ജീനെ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ജി എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും ഡെഫിനിഷൻ? വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദ മീഡിയൻസ് ഓഫ് ദ ട്രയാങ്കിൾ. ഇറ്റ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദ മീഡിയൻസ് ഓഫ് ദ ട്രയാങ്കിൾ. അതായത് ട്രയാങ്കിളിന്റെ മീഡിയൻസിന്റെ ഇന്റർസെക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ 3 മീഡിയൻ ഉണ്ട്. ആ 3 പോയിന്റ് കൂടെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് അതാണ് എന്ത്? സെൻട്രോയിഡ്. അതിനെ നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്തത്? ജി എന്ന് പറയുന്നത്. അപ്പൊ ജിക്ക് എന്തുണ്ട്? എക്സ് കോർഡിനേറ്റ് ഉണ്ട്, വൈ കോർഡിനേറ്റ് ഉണ്ട്, ഇസഡ് കോർഡിനേറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ എക്സ് കോർഡിനേറ്റ് കാണുന്നത് എങ്ങനെയായിരിക്കും? എക്സ് കോർഡിനേറ്റ് കാണാൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് സെൻട്രോയിഡിന്റെ എക്സ് കോർഡിനേറ്റ് കാണാൻ എന്ത് ചെയ്യണം? നമ്മുടെ വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് 3 കൂടെ ആഡ് ചെയ്യുക. വെർട്ടെക്സിന്റെ എക്സ് കോർഡിനേറ്റും കൂടെ 3 കൂടെ ആഡ് ചെയ്തിട്ട് divided by 3. അതാണ് in the centroid of a triangle the x coordinate. Similarly, for finding the y coordinate, we have to find y1 plus y2 plus y3 divided by 3. ഇനി അതുപോലെ തന്നെ g z ആണെങ്കിലോ അവിടെ എന്ത് വരും? z1
plus z2 plus z3 divided by 3 അല്ലെ? ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. ഓർക്കും, നിങ്ങൾ ഓർക്കും ഇത് എന്തിനു വേണ്ടിയാ പഠിപ്പിക്കുന്നതെന്ന്. പക്ഷെ നിങ്ങളുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇല്ല. പക്ഷെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയോ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കുറെ വട്ടം. അതായത് നമ്മുടെ എക്സസൈസിലെ പ്രോബ്ലംസ് കൂടുതലെക്കാട്ടും ചോദിച്ചിട്ടുള്ള ഏതാണ്? സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. സോ if you have any doubt, you can check the previous year questions. You will find the questions related to the centroid. So centroid കാണാനുള്ള equation മനസ്സിലായല്ലോ. x1 plus x2 plus x3 divided by 3. Similarly, for finding the y coordinate, y1 plus y2 plus y3 divided by 3. And for finding the z coordinate, z1 plus z2 plus z3 divided by 3. എന്താണ് centroid? It is the intersection of the medians. എന്താണ് പറയുന്നത്? intersection of the എന്താണ്? median of the triangle. Intersection of medians in the intersection of triangle. Triangle ന്റെ medians-ന്റെ intersection വിളിക്കുന്ന പേരാണ് എന്ത്? centroid of the triangle. ഇത് പഠിച്ചു വെച്ചോണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. ഇനി നോക്കിയേ, നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ സെൻട്രോയിഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്യാം. നോക്കിയേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. If the centroid of the triangle with the vertices എന്ന് പറയും, കാരണം മൂന്നെണ്ണം ഉണ്ടല്ലോ, with the vertices a25, 1b0 and -3, -1 c is 1, 2, 3 is 1, 2, 3. Find a, b and c. Find a, b and c. എന്ത് പറഞ്ഞിട്ടുണ്ട്? If the centroid of the triangle with the vertices, അതായത് ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് തന്നിട്ടുണ്ട്, അത് എത്രയാ? 1, 2, 3 ആണ് മനസ്സിലായിട്ടുണ്ട് അല്ലെ? അപ്പം കാണുമ്പോൾ ഉടനെ a25 ആണ് കൺസിഡർ ചെയ്തത്. സെൻട്രോയിഡ് എത്രയാണ്? 1, 2, 3 ആണ്. ഇനി അതിന്റെ വെർട്ടെക്സ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു പടം വരയ്ക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഒരു ട്രയാങ്കിൾ ആദ്യം കൺസിഡർ ചെയ്യണം അല്ലെ? ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ എ കോർഡിനേറ്റ് ഏതാണ്? എയുടെ കോർഡിനേറ്റ് സ്മോൾ ലെറ്റർ a 2, 5 എന്നാണ്. അതിന്റെ ബി കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1b0 and for similarly the c coordinate, c എത്രയാണ്? -3, -1 സ്മോൾ ലെറ്റർ c. ഇനി നമുക്ക് ഇതിന്റെ സെൻട്രോയിഡ് നമ്മൾ ഇത് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് 1, 2, 3 കിട്ടും. എങ്ങനെയാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഇക്വേഷൻ x1 plus x2 plus x3 divided by 3 ആണ്. സോ അത് തന്നിട്ടുണ്ട് 1 ആണ്. അപ്പൊ ഞാൻ x കോർഡിനേറ്റ് 1 ആണെന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പോവാം. ഇവിടെ ഓക്കെ, x1 എത്രയാ? a പ്ലസ് അടുത്തത് ബിയുടെ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1, സിയുടെ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് -3. അപ്പൊ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 1 ആണെന്ന് അറിയാം. സോ what I will do? I will solve this. So 1 into 3, 3, which is equal to a 1 minus 3. A plus 1 minus 3. 1 minus 3 is -2. So 3 minus 2 will come this side. So 3 plus 2, which is equal to a. So 3 plus 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? a യുടെ വാല്യൂ കിട്ടി, എത്ര കിട്ടി? 5 എന്ന് കിട്ടി. Similarly, we can do this for the y coordinate also. What y coordinate കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരും? 2 plus ഇവിടെ എത്രയാണ്? b പിന്നെന്താ? പ്ലസ് -1 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 2 എന്ന് കിട്ടണം. ഇത് മനസ്സിലായി എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? എല്ലാത്തിന്റെയും y കോർഡിനേറ്റ്, ആദ്യം എയുടെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 ആണ്, രണ്ടാമത്തെ b ആണ്, മൂന്നാമത്തെ -1 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? y കോർഡിനേറ്റ് കിട്ടണം. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? b ഉണ്ട്, 2 - 1 എന്ന് പറയുന്നത് 1 ആണ് അല്ലെ? അപ്പം 2 into 3 into 2 എത്രയാണ്? 6. ഇതിനകത്ത് b എന്ന് പറഞ്ഞാൽ എന്ത് വരും? 6 plus 1 will go that side, so it will become -1. b യുടെ വാല്യൂ എത്ര കിട്ടി? 5 എന്ന് കിട്ടി. ഇനി സിമിലർലി ഫോർ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് c, യുടെ വാല്യൂ കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്? നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? z കോർഡിനേറ്റ്സ് എടുക്കുക. 5 plus 0 plus c divided by 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? z കോർഡിനേറ്റ്. z കോർഡിനേറ്റ് എത്രയാണ്? 3 ആണ് അല്ലെ? സെൻട്രോയിഡിന്റെ z കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3. അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 5 plus 0 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 5 plus c is equal to 3 into 3, 3 into 3, 9. ഇതിനകത്ത് നിന്ന് c എന്ന് പറഞ്ഞാൽ എന്താണ്? 9 minus 5. 9 minus 5, how much? 4. അപ്പം c യുടെ വാല്യൂ കിട്ടിയല്ലോ 4. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കുന്നത്.
കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോ, ഈ ക്വസ്റ്റ്യൻസ് തന്നെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചോണ്ടിരിക്കുന്നത് സെൻട്രോയിഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒരു എക്സ് കോർഡിനേറ്റ് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യാൻ പറ്റും, വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഏതാണ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും, സെൻട്രോയിഡുമായിട്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, centroid of a triangle ABC at the point 1 1 1 എല്ലാം 1 1 1 ആണ്. if the coordinate, അടുത്ത ഇനി പറയുക കോർഡിനേറ്റ്, if the coordinate of A and B, coordinate of A and B, എയുടെയും ബിയുടെയും കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, R 3 minus 5 7, 3 minus 5 7 and minus 1 7 minus 6 റെസ്പെക്റ്റീവ്ലി. അതായത് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് സി, ഫൈൻഡ് കോർഡിനേറ്റ് ഓഫ് സി, സിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കും. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ സെൻട്രോയിഡ് തന്നിട്ടുണ്ട്, എയും ബി എന്ന് പറഞ്ഞ ഒരു കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് മൂന്നാമത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. നോക്കിയേ, നമുക്ക് ചെയ്യാം. നോക്കിയേ, ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിളിന്റെ ഏതൊക്കെ ആക്സിസ് അറിയാം, എയും അറിയാം, ബിയും അറിയാം, സിയും അറിയാം. പക്ഷെ നമുക്ക് സി കണ്ടുപിടിക്കണം. സി നമ്മൾ എക്സ് വൈ സെഡ് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്താക്കി എടുക്കും, എക്സ് വൈ സെഡ് എന്ന് എടുക്കും. എയുടെ കോർഡിനേറ്റ് അറിയാലോ, എയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3 minus 5 7, എയുടെ കോർഡിനേറ്റ് 3 minus 5 7. സിമിലർലി ഫോർ ഫൈൻഡിങ് ബി, ബിയുടെ കോർഡിനേറ്റ് അറിയാം എത്രയാ, -1 7 minus 6, -1 7 minus 6. നമുക്ക് ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്, സെൻട്രോയിഡും തന്നിട്ടുണ്ട് അല്ലെ. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഇങ്ങനെ നമ്മൾ കണ്ടോ മീഡിയൻസ് എന്ത് ചെയ്യും, എല്ലായിടത്തുനിന്നും വരയ്ക്കും. മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്, സെൻട്രോയിഡ്. ആ സെൻട്രോയിഡ് തന്നിട്ടുണ്ട് എത്രയാ, ജി എന്ന് പറയുന്നത് എല്ലാം 1 1 1, എല്ലാം എത്രയാണ്, 1 1 ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും, എക്സ് കോർഡിനേറ്റ് വെച്ച് അപ്ലൈ. എക്സ് കോർഡിനേറ്റ് നോക്കിയേ, ഇപ്പൊ എന്ത് വരും, 3 പ്ലസ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എത്രയാ, -1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 3 അല്ലെ. എല്ലാത്തിനെയും x1 പ്ലസ് x2 പ്ലസ് x3 ഡിവൈഡഡ് ബൈ 3 ആണ്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1. അതാണ് നമ്മുടെ 3 പ്ലസ് മൈനസ്, 3 പ്ലസ് മൈനസ് വരുമ്പോൾ മൈനസ്, 3 മൈനസ് 1 എന്ന് പറയുന്നത് 2. 2 പ്ലസ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും, 1 into 3 which is equal to 3. ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് നിന്ന് എന്താണ്, 3 plus 2 will come this side, so 3 minus 2 which is equal to 1. എക്സ് കോർഡിനേറ്റ് കിട്ടിയില്ലേ. അപ്പൊ സിയുടെ എക്സ് കോർഡിനേറ്റ് ആയി, സിയുടെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്, 1 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വൈയും ഇസഡും. വൈ കാണാൻ എന്ത് ചെയ്യണം, ഇപ്പൊ ചെയ്ത പോലെ തന്നെ എന്താ, ആദ്യമേ വൈ കോർഡിനേറ്റ്സ് -5 പ്ലസ് 7 പ്ലസ് വൈ അല്ലെ, ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്ര കിട്ടണം, 1. 7 minus 5, 2 plus y equal to എത്ര കിട്ടി, 1 into 3 3 അല്ലെ, 1 into 3 3. ഇതിനകത്ത് നിന്ന് y എന്ന് പറഞ്ഞാൽ എന്താ, 3 plus 2 will come this side, so it will become 3 minus 2 which is equal to 1. so again y എത്ര തന്നെയാണ്, 1 ആണ്. ഇനി z നോക്കിയേ, z ആക്സസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കിയേ, z എത്രയാണ്, 7 plus minus 6 plus z അല്ലെ, 7 plus minus 6 plus z ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്ര കിട്ടണം, 1. 7 minus 6 അറിയാലോ നമുക്ക്, 1 ആണ്. പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 into 1 3. അപ്പൊ ഇസഡ് ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3 plus 1 will go that side, so 3 minus 1 which is equal to 2. മനസ്സിലായാലോ. അപ്പൊ ഇസഡ് കോർഡിനേറ്റും കിട്ടി, എത്ര കിട്ടി, 2 എന്ന് കിട്ടി. മനസ്സിലായാലോ. ഇതാണ് സെൻട്രോയിഡിൽ നിന്ന് ചോദിക്കാവുന്ന വേറൊരു ടൈപ്പ് പ്രോബ്ലം. മനസ്സിലായാലോ. ഈ എ കോർഡിനേറ്റും തരും, ബി കോർഡിനേറ്റും തരും, എന്നിട്ട് സെൻട്രോയിഡും തരും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സി കോർഡിനേറ്റ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ഉണ്ട്, മിസലേനിയസിലെ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് എങ്ങനെയാണ് ഈസി ട്രിക്കിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ പഠിപ്പിച്ചു. ഓർത്തോണം, ഞാൻ ഇത് നോർമൽ മെത്തേഡ് അല്ല. ഇപ്പൊ എൻട്രൻസ് ഒക്കെ എഴുതുന്ന, എക്സാം എഴുതുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുമോ, എല്ലാ നമ്പരും ഓരോ സ്റ്റെപ്പ് വെച്ചെടുത്ത് എഴുതാൻ പറ്റുമോ, ഇല്ല. അങ്ങനെ എഴുതുവാണെങ്കിൽ 2 മണിക്കൂറിന് എക്സാം എന്ത് ചെയ്യും, അത് 5 or 6 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. 2 മണിക്കൂറിന്റെ ക്വസ്റ്റ്യൻസിൽ
2 മണിക്കൂറിന്റെ എക്സാം ആണെങ്കിൽ 120 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 120 എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ എന്താ പറയുന്നത്, മിസലേനിയസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നോക്കിയേ, ക്വസ്റ്റ്യൻ ഇതാണ്, മിസലേനിയസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്, 3 vertices of a parallelogram, 3 vertices of a parallelogram. ഒരു പാരലോഗ്രാമിന്റെ 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. ആർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? എ എന്ന് പറയുന്നത് 3 -1 2, ബി എന്ന് പറയുന്നത് 1 2 -4, ആൻഡ് സി എന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? സി എന്ന് പറയുന്നത് -1 1 2, -1 1 2. ഫൈൻഡ് കോർഡിനേറ്റ് ഓഫ്, കോർഡിനേറ്റിന് 2 ഉണ്ട് കേട്ടോ, കോർഡിനേറ്റ് ഓഫ് ഡി, ഡിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. നോക്കിയേ, എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് നോർമൽ മെത്തേഡ് അല്ല. ഇത് എങ്ങനെയാണ് 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. കാരണം ഒരു ക്വസ്റ്റ്യൻ അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റ്. ആ 1.5 മിനിറ്റിനുള്ളിൽ നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. നോക്കിയേ, ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ ഞാനൊരു പാരലോഗ്രാം കൺസിഡർ ചെയ്യുകയാണ്. നമുക്കറിയാം പാരലോഗ്രാമിന്റെ പേര് എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത്? എ ബി സി ഡി അല്ലെ, എയും ബിയും സിയും ഡി ആണല്ലോ. അപ്പൊ എ എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ് വന്നിരിക്കുന്നത്? 3 -1 2 ആണ്. ബി എന്ന് പറയുന്നത് എത്രയാണ് വന്നിരിക്കുന്നത്? 1 2 -1 അല്ലെ. സി എന്ന് പറയുന്നതോ, സി എന്ന് പറയുന്നത് -1 1 2. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഡിനെ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കി. ഇപ്പൊ ഡി ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. ആദ്യമേ ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കോർഡിനേറ്റ്സ് നോക്കുക. ഡിയുടെ തൊട്ടടുത്ത് ആരാ? ഈ ബി എന്ന് പറയുന്ന ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ ബി ഓപ്പോസിറ്റ് ഉള്ളതല്ല നമ്മൾ എടുക്കേണ്ടത്, അടുത്തടുത്തുള്ള എയും സിയും. അവരുടെ രണ്ടിനെ എക്സ് കോർഡിനേറ്റ്സ് ആഡ് ചെയ്യുക. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഏതാ? 3. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഏതാ? -1. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 + -1. മനസ്സിലായല്ലോ? എക്സ് കോർഡിനേറ്റ് സമയം ആഡ് ചെയ്തു, തൊട്ടടുത്തുള്ളത് 3ഉം -1. എന്നിട്ട് എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ഉള്ള എക്സ് കോർഡിനേറ്റ് എന്ത് ചെയ്യുക? അങ്ങ് സബ്ട്രാക്ട് ചെയ്തിരിക്കുക. ഓപ്പോസിറ്റ് ഉള്ള ഏതാ? ഡിയുടെ ഓപ്പോസിറ്റ് ബി ആ. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 1 അത് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്തേക്കോ. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആയി. നോക്കിയേ, 3 + -1. 3 + -1 എത്രയാ? 2 ആണ് അല്ലെ. 2 -1 എന്ന് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 1 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഇതിന്റെ എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് കാണാൻ എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള ആക്സിസിന്റെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വെർട്ടെക്സിന്റെ എന്ത് ചെയ്യുക? എക്സ് കോർഡിനേറ്റ്സ് ആഡ് ചെയ്യുക. 3ഉം -1 ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ബി ഓപ്പോസിറ്റ് ഉള്ളതിന്റെ കുറയ്ക്കുക. 2 -1 1. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? വൈ കോർഡിനേറ്റ് ആ കാണേണ്ടതെങ്കിൽ, വൈ കോർഡിനേറ്റ് ആ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സിമിലർലി വി ഹാവ് ടു ടേക്ക് ദ വാല്യൂ ഫോർ വൈ. എന്താണ്? -1ഉം 1ഉം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് 2 അങ്ങ് കുറയ്ക്കുക. കണ്ടോ? -1ഉം 1ഉം കൂടെ ആഡ് ചെയ്തു, 2 അങ്ങ് കുറച്ചു. എത്ര വരും? -1ഉം +1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ പോവും. എത്ര ഉണ്ട് ബാക്കി? 0 -2 എത്രയാ? -2 കിട്ടി. അപ്പൊ ഇതിന്റെ വൈ കോർഡിനേറ്റ് കിട്ടിയില്ലേ? -2. സിമിലർലി ഫോർ ഫൈൻഡിങ് ദ ഇസഡ് വാല്യൂ, ഇസഡ് കോർഡിനേറ്റ് കാണാൻ എന്ത് ചെയ്യണം? ഇസഡ് ആക്സിസ് ആഡ് ചെയ്യുക. 2 2 + 2 2 + 2 ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഏതാ കുറയ്ക്കേണ്ടത്? ഇസഡ് കോർഡിനേറ്റ് കുറയ്ക്കണം. ഇസഡ് കോർഡിനേറ്റ് ഏതാ? -4. കണ്ടോ? കുറയ്ക്കുന്നതിന് ഞാൻ മൈനസ് ഇട്ടു, വീണ്ടും -4. 2 + 2 4 ആണ്. 4 - എന്താണ്? പ്ലസ് ആവും. അപ്പൊ 4 + 4 എത്രയാണ്? 8. അപ്പൊ ഏതൊക്കെയാണ് കോർഡിനേറ്റ്? 1 -2 8. കണ്ടല്ലോ? ഇത് എങ്ങനെയാണ് നമ്മൾ എല്ലാ സ്റ്റെപ്പും കണ്ടുപിടിച്ചോ? ഇത് സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എ സി ആദ്യം ജോയിൻ ചെയ്യും. എ സി ജോയിൻ ചെയ്തിട്ട് ഇതിന്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? നമ്മൾ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഇസഡ് കോർഡിനേറ്റ് ഇവിടെ ഡിക്ക് എടുക്കും. എന്നിട്ട് അതിന്റെയും മിഡ് വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് ഇക്വേറ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് സമയം എടുക്കും അല്ലെ. ഒരു 2 3 4 5 മിനിറ്റ് എടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഇത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇത്രോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര ടൈം എടുക്കുവോ? ഇല്ല, ഇത് സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക? ഏതാണോ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ, അതിന്റെ തൊട്ടടുത്തുള്ള വെർട്ടിസസിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള വെർട്ടിസസിന്റെ എക്സ് കോർഡിനേറ്റ് ആദ്യം കൂട്ടുക, ഓപ്പോസിറ്റ് ഉള്ള എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഇത്രേ ഉള്ളൂ അല്ലെ. ഇപ്പൊ നമ്മൾ സപ്പോസ് ഇതിനെ XYZ എന്ന് ആക്കുവാന്ന് വെച്ചു. ഇത് XYZ, ഇത് X1 Y1 Z1 എന്നാണ്. ഇതെന്താ? X2 Y2 Z2 ആണ്. അതുപോലെ ഇത് X3 Y3 Z3 എന്നാണെങ്കിൽ നമുക്ക് XY കാണാൻ എന്ത് ചെയ്താൽ മതി? X കാണാൻ എന്ത് ചെയ്താൽ മതി? തൊട്ടടുത്തുള്ള 2 കൂട്ടുക. ഏതാ? X1 + X3. എന്നിട്ട് എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ഉള്ള കുറയ്ക്കുക. ഓപ്പോസിറ്റ് ഉള്ള ഏതാ? X2. ഫോർ ഫൈൻഡിങ് ദ Y ആണെങ്കിലോ Y1 + Y3 - Y2. Z ആണെങ്കിലോ Z1 + Z3 - Z2.
മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തത്? സെക്ഷൻ ഫോർമുല ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു സെക്ഷൻ ഫോർമുല? ഓർമ്മയുണ്ടല്ലോ, ഇന്റേണലിയും എക്സ്റ്റേണലിയും നമ്മൾ ഡിവൈഡ് ചെയ്തു, അതിന്റെ ഇക്വേഷൻസ് കണ്ടുപിടിച്ചു, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ചെയ്തു. ആ ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? റേഷ്യോസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താക്കി എടുക്കുക? k:1 എന്നുള്ള റേഷ്യോയിൽ എടുക്കുക. എന്നിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. കൊലീനിയർ ആണെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എക്സ് ചെയ്താലും വൈ ചെയ്താലും ഇസഡ് ചെയ്താലും ഈക്വൽ ആയിരിക്കും. ആൻഡ് സിമിലർലി ഫോർ ഫൈൻഡിങ് ദ എന്താണ് നമ്മൾ ഇന്റേണലിയും എക്സ്റ്റേണലിയും ചെയ്തു. അപ്പൊ കെയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഇന്റേണലി ആണെന്ന് മനസ്സിലായി, കെയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? എക്സ്റ്റേണലി ആണെന്ന് മനസ്സിലായി. അതുപോലെ നമ്മൾ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ പഠിച്ചു. സെൻട്രോയിഡ് എന്തായിരുന്നു? ഇറ്റ് ഇസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദ മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ അല്ലെ. പിന്നെ ഒരു ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് എൻട്രൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം മക്കളെ ഇത്രേ ഉള്ളൂ. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം അല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോബ്ലംസ് ചെയ്യുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓരോ പോയിന്റ്സ് പഠിക്കുക. ഇപ്പൊ നിങ്ങൾ എൻട്രൻസ് ഇതുവരെ ഒന്നും പഠിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ചാപ്റ്റർ എടുക്കുക, അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആദ്യം ഇക്വേഷൻസ് ഒക്കെ നോക്കിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എൻട്രൻസ് എന്ത് ചെയ്യുന്നത്? മേക്കപ്പ് ചെയ്തെടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അത്രയാണ് ഏറ്റവും നല്ലത്. തിയറി പഠിക്കുന്നതിലല്ല കാര്യം. മാക്സിമം ക്വസ്റ്റ്യൻസ് വി ഹാവ് ടു ഡു. ക്വസ്റ്റ്യൻ ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ ഓരോ കേപ്പബിലിറ്റിയും കൂടും, സ്പീഡും കൂടും, ടൈം നമുക്കറിയാലോ, ടൈമും സ്പീഡുമാണ് എൻട്രൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെ. കുറച്ച് ടൈമിൽ മാക്സിമം സ്പീഡിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതാണ് ഒരു എന്താ പറയുന്നത് ഏറ്റവും നല്ല എൻട്രൻസിന്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് അല്ലെ. ഒരു ടോപ്പ് പേഴ്സിനോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇതിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും ചെയ്യാനൊക്കെ പറ്റിയത് അല്ലെ. എല്ലാം പ്രാക്ടീസാ, പ്രാക്ടീസ് ദ ക്വസ്റ്റ്യൻസ്. സോ അതാണ് എൻട്രൻസ് എന്ന് പറയുന്നത്. എല്ലാവരും ഈ വീഡിയോ നന്നായിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അനൗൺസ്മെന്റ് മറക്കരുത്. എന്താണ്? നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്യൂസ്ഡേസിലും സാറ്റർഡേസിലും എന്ത് ചെയ്തു? എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്താണ് എല്ലാവരും ഇപ്പോഴും പറയുകയാണ്, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Okay, so thank you everyone. Thank you each and everyone for your support. Thank you so much.